തീർച്ചയായിട്ടും ഇപ്പോൾ സത്യേട്ടൻ്റെ ആദ്യത്തെ സിനിമ മുതൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ സഹകരിക്കുന്നുണ്ട്. 100ാമത്തെ സിനിമ എന്ന് പറയുന്നത് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. പക്ഷെ എന്തായാലും ആ സിനിമ സത്യേട്ടൻ്റെ കൂടെയും അങ്ങനെ ഒരു സ്നേഹ വീടെന്നുള്ളൊരു പേരും അതിനെ കേരളത്തിലെ മുഴുവൻ പ്രേക്ഷകർ ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുന്നതിൽ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ വളരെയധികം സന്തോഷമുണ്ട്. അതെൻ്റെ മാത്രമായ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. സത്യേട്ടന് ഈ സിനിമയുടെ ഒരുപക്ഷെ ഒരല്പം അവിശ്വസനീയത അതിൻ്റെ അവസാന ഭാഗത്ത് ഇപ്പം മമ്മൂക്കയുടെ കഥ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ സിനിമ ഉള്ള സമയത്ത് ചർച്ച ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും ആ ഒരു എലമെൻറ്റ് കൊണ്ടുവരുന്ന സമയത്ത് സത്യേട്ടൻ വിചാരിച്ചത് അതൊരു ചെറിയൊരു അവിശ്വസനീയതയുടെ എലമെൻറ്റ്. ഇപ്പോൾ ഒരു പിതൃത്വം ഇങ്ങനെ ആരോപിക്കുന്നു, ഒരാൾ പറയുന്നത് ഇയാളാണ് നിൻ്റെ അച്ഛൻ എന്നൊക്കെ പറയുന്ന ഒരു ആ റിസ്ക് ഫാക്ടർ അതിനകത്തുണ്ടായിരുന്നു സത്യേട്ടന് തോന്നുന്നുണ്ടോ? ഞാൻ രണ്ടുപേരോടാണ് ചോദിക്കുന്നത്. അതെ, അല്ല എനിക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഒരു വിഷയം മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ആ ക്ലൈമാക്സ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം അതാണ് അതിൻ്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, കാരണം പ്രത്യേകിച്ചും അജയനോട് കൂടുതൽ സ്നേഹം തോന്നുന്ന ആളുകളാണ് ക്ലൈമാക്സ് പെട്ടെന്ന് തീർന്നു പോയ പോലെ എന്നൊക്കെ പറയുന്നത്. കാര്യം അജയനൊരു നിരപരാധിയാണല്ലോ, സ്വന്തം അമ്മ പോലും അറിയിക്കാതെ അവൻ അത് മുഴുവൻ ഏറ്റെടുക്കേണ്ടി വരുന്നില്ലേ. ഇതാണ് യഥാർത്ഥത്തിലുള്ള അവരുടെ ഒരു സങ്കടം എന്ന് പറയുന്നത്. പിന്നെ ആ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അവിശ്വസനീയതയ്ക്കപ്പുറത്ത് നമുക്ക് ഒരു കാര്യവും അറിയാം. ഒരു ക്ലീൻ ഇമേജായിട്ട് ജീവിക്കുന്ന ഒരാളുടെ, വളരെ സന്തോഷകരമായി ജീവിക്കുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് ഒരു പയ്യൻ കടന്നു വന്ന അച്ഛനാണെന്ന് പറയുക, എല്ലാ തെളിവുകളും അവനെതിരാവുക, ഇയാൾ കഥയുടെ അവസാനം വരയ്ക്കും അവനല്ല എന്ന് പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക. അപ്പോൾ ഇയാൾ ഇന്നസെൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഈ പയ്യനും ഇന്നസെൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്കിൽ അതിനൊരു എൻഡ് എന്താണ്? ഇത് ഒരു ഡ്രമാറ്റിക് ക്ലൈമാക്സിലേക്ക് പോയിരുന്നെങ്കിൽ അത് അരോചകമായേനെ, സിനിമയുടെ സ്വഭാവമായിട്ട് പൊരുത്തപ്പെടാതെ പോയേനെ. ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്, ഒരു കൊച്ചു കഥയാണ്. ആ കൊച്ചു കഥയ്ക്ക് ഒരു കൊച്ചു വരിയിൽ തന്നെയാണ് അതിൻ്റെ ക്ലൈമാക്സ്. മാത്രമല്ല നമ്മുടെ ഈ സിനിമയിലെ ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞാൽ നേരെ നമ്മുടെ ക്ലൈമാക്സ് എന്ന് പറയുന്ന വീട്ടിലെല്ലാവരുമായിട്ടിരുന്ന് ഏറ്റവും സ്നേഹ വീട് എന്ന് പറയുന്ന ഷോ. അപ്പോൾ അതിനിടയിൽ ഇപ്പം നമുക്ക് ഇതിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചു എന്നുള്ള സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നവരും കൂടെ ആലോചിക്കുക. ഒരു പക്ഷേ ഇദ്ദേഹം എല്ലാം പറഞ്ഞിട്ടുണ്ടാകാം. ഞാനത് പറയാൻ മറന്നുപോയി. അങ്ങനെയാണ്. കാരണം ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന കാഴ്ച മാത്രമല്ല. ഇപ്പം പത്മപ്രിയ എന്ന് പറയുന്ന ആളെ എന്തുകൊണ്ടാണ് കൊണ്ടുവരാത്തത് എന്നൊക്കെ ചോദിച്ചാൽ അതിന് നമുക്ക് ആൻസർ ഇല്ല. അവർ തമ്മിൽ അങ്ങനെ ഒരു പ്രണയമോ ഒരു പാട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു പക്ഷേ അവർ തമ്മിൽ അറിഞ്ഞോ നമ്മൾ ഈ കഥയിൽ അതിനിടയിൽ എന്തൊക്കെയോ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും അമ്മയെ മനസ്സിലാക്കുന്ന ഒരു മകനും മകനെ മനസ്സിലാക്കുന്ന അമ്മയ്ക്ക് ഇടയിൽ ഇയാൾ വന്നപ്പോഴത്തേക്ക് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലെ സീൻ കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ടൈലൻഡ് ആ ഒരു സോങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ വീട്ടിൽ എന്തൊക്കെ സംഭവിച്ചു ഇവരെന്തെല്ലാം നന്നായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഒരു അമ്മ മകനെന്ന് വിശ്വസിക്കുകയും ആരോഗ്യം വരുന്ന വേറൊരു മകൻ്റെ കൂടെ ഇരുന്ന് അവരൊരു ഗിറ്റാർ വെച്ച് അമ്മയെക്കുറിച്ചൊരു പാട്ട് പാടിയിട്ട് അതൊരു ആ ഷോട്ട് തന്നെ മുകളിലേക്ക് പോയി സ്നേഹ വീട്ടിലാണ് അതുകൊണ്ട് എൻ്റെ ഇരിക്കുന്നത്. വളരെ അപൂർവമായിട്ട് പറയാൻ അല്ലെങ്കിൽ കേൾക്കാൻ പറ്റുന്ന ഒരുപാട് ഡയലോഗുണ്ട്. ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. എല്ലാ അമ്മമാരും കൊതിക്കുന്ന ഒരു വാക്കാണ്. മകൻ എത്ര വലുതായാലും ഒരു കുട്ടികളാണ്, പക്ഷെ എത്ര പേര് അങ്ങനെ പറയുന്നു. ഇനിയുള്ള കാലം എൻ്റെ അമ്മയുടെ കൂടെ, അത് ഒരിക്കലല്ല, അയാൾ മറ്റേ ആളത്തും പറയുന്നുണ്ട് എൻ്റെ അമ്മയുടെ കൂടെ സുഖമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ അത്രയും ഒരു സ്നേഹത്തിൻ്റെ കഥയാണ്. ആ കുട്ടി, ആ പയ്യൻ വേറെ ഏതോ ഒരു അമ്മയുടെ മകനാണെങ്കിൽ പോലും ഒരുപക്ഷെ അജയൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അജയൻ്റെ അമ്മ ആഗ്രഹിക്കുന്ന ഒരു എലമെൻറ്റ്സ് ഓഫ് ഒരു വെർച്യൂവിൻ്റെ കുറേ എലമെൻറ്റ്സ് ഉണ്ടല്ലോ, അതെല്ലാം അവനിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന എന്തോ നന്മകൾ. പക്ഷേ അത് വളരെ സട്ടിലായിട്ട് നമ്മളതിനെ വളരെ ഹ്യൂമറായിട്ടായാലും അതിനെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവർ ഭക്ഷണം കഴിക്കുന്നത്, നടക്കുന്നതിൽ. ഇപ്പം ഈ സിനിമ കഴിഞ്ഞ് ഈ സിനിമ റിലീസായതിനു ശേഷം പോലും ഞാൻ വളരെയധികം നിർബന്ധിച്ച് ചോദിച്ചിട്ട് പോലും സത്യേട്ടൻ ഈ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് ചോദിച്ചു സത്യത്തിൽ ഇതാരാണ്. അതൊരു ഒരു രണ്ടുപേരാണ് അതങ്ങനെ കിടക്കട്ടെ. രണ്ടുപേരെ പറ്റി ചോദിച്ചു എൻ്റെ അടുത്ത്, ഈ അജയൻ്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഷീല ചേച്ചിയല്ലേ അമ്മയായിട്ട് അഭിനയിക്കുന്ന, മിക്കവാറും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. കാര്യം ഷീല ഒരുപാട് സിനിമകളിലെ ജോഡിയായിട്ട് ഇതുപോലത്തെ ഹ്യൂമർ സെറ്റ്. പക്ഷേ വേറൊരു കാര്യം അറിയുന്നത്, ഈ എല്ലാ മകനല്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ തിരസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിനെല്ലാം ഇടയിൽ ഈ അജയൻ എപ്പോഴേക്കോ ഇവനെ ഇഷ്ടപ്പെട്ട് പോയിട്ടുണ്ട്. കാരണം അതുകൊണ്ടാണ് ആ ആനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഇവനെ സേവ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇവൻ്റെ ഉള്ളിലെ ഒരു സ്നേഹം നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. വളരെ സെറ്റിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അയാളത്തെ ജീപ്പിൻ്റെ ഫ്രണ്ടിലേക്ക് കയറി എന്നോളാൻ പറയാം. അങ്ങനെ പക്ഷേ ഇതിലെ സരസമായ ഒരു ഭാഗങ്ങളെന്ന് പറയുന്നത് ഇപ്പോഴും ആളുകൾ എൻ്റെ അടുത്ത് പറയുന്ന സംഭവം, നമ്മുടെ നിത്യജീവിതത്തിൽ ചിന്തിക്കുകയും പറയാതെ പോവുകയും ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കല്യാണം കഴിക്കാത്തത് എന്തുകൊണ്ടാണ്
ലാല് പറയുന്ന ആ സീൻ. കാര്യം നമുക്കൊരു ബന്ധമില്ലാത്ത ഒരു പെണ്ണ് നമ്മുടെ വീട്ടിൽ വന്ന് കിടന്ന് വയ്യ, നമ്മുടെ യാതൊരു ബന്ധമില്ലാത്ത ഒരാളെ അല്ലേ അമ്മേ അച്ഛ എന്ന് വിളിക്കുക, ചില പിള്ളേർ വന്നിട്ട് അളിയോ എന്ന് പറഞ്ഞ് പിന്നാലെ ഇത്തരം ചില അതെ. ഒരു സിനിമ എവിടെയാണ് ഓഡിയൻസിനെ എങ്ങനെയാണ് ആകർഷിക്കുന്നതെന്ന് ആ ഒരു ഫോർമുല ആർക്കും അറിയില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്, നമ്മളീ പറയുന്ന മെയിൻ കഥയ്ക്ക് അപ്പുറത്ത് അവനെ ആകർഷിക്കുന്ന കുറേ ഘടകങ്ങൾ ഒരു സിനിമയിലുണ്ടായിരിക്കും. അപ്പോഴാണത് നമ്മുടെ ഉള്ളിലേക്ക് ചേരുന്നത്. ഇപ്പോൾ വളരെ സിമ്പിൾ ഷോട്ടാണ് ഈ കറവക്കാരൻ പറയുന്നത്, ഇത് അജയൻ്റെ മകൻ തന്നെയാണ് കേട്ടോ. കാരണം അജയൻ്റെ ആ ചരിവ് അത് അങ്ങനെ തന്നെ അവനെ കിട്ടിയിരിക്കുന്നു. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മോഹൻലാൽ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എനിക്ക് എവിടെയാണ് ചരിവ്, ഞാൻ എങ്ങനെയാണ് നടക്കുന്നത്? കാര്യം ലാലിൻ്റെ ശരീരഭാഷയിലുള്ള അറിയാതെ കടന്നു വരുന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണോ നടക്കുന്നത്? അല്ലെങ്കിൽ അത് നമ്മൾ മിമിക്രി കാണിക്കുമ്പോൾ പലപ്പോഴും കാണുന്നത്, ഒറിജിനൽ മോഹൻലാലിനെ കൊണ്ട് അത് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ലാലൊന്ന് ചുമ്മാ നടന്നു വരാൻ പറഞ്ഞു. ഞാനും കൺഫ്യൂസ്ഡായി, ഇടത്താണോ വലത്താണോ എന്നുള്ളത്. ലാല് നടന്നു വന്നപ്പോൾ ഞാൻ പറഞ്ഞു വലത്താണ്. അതുപോലെ തന്നെ ചെയ്യിച്ചാണ്. ഇത്തരം കുറേ കൗതുകകരമായ നിമിഷങ്ങൾ ആ സിനിമയിലുണ്ട്. തന്നെയല്ല സത്യമായിട്ട് ഒരു ഇപ്പോൾ നേരത്തെ ലാലായിട്ട് സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ ഒരു സ്ക്രിപ്റ്റൊക്കെ എഴുതുന്ന സമയത്ത് അത് മാത്രമല്ല, അത് അഭിനയിക്കുമ്പോഴും ഈ സട്ടിലിറ്റി എന്ന് പറയുന്ന എലമെൻറ്റ്സ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരോട് വാക്കുകളിൽ കൂടെ പറയാതെ പ്രവർത്തിച്ച് കാണിക്കാതെ ഒക്കെ പറയുന്ന കുറേ ഒരു ത്രെഡ് ഈ തിരക്കഥയിൽ ബോധപൂർവ്വം ഒരുക്കി വയ്ക്കുക, അത് ഈ അഭിനേതാവ് മനസ്സിലാക്കുക, അങ്ങനെ ഒരു പ്രോസസ്സ് ഈ സിനിമ അതൊരു കെമിസ്ട്രിയാണ് അല്ലേ? ഒരു ഡയറക്ടറും റൈറ്ററും നടനും തമ്മിലൊരു കെമിസ്ട്രിയാണ്. ഇപ്പോൾ ഈ സിനിമയിലെ ഏറ്റവും വളരെ ഹിറ്റായിട്ടുള്ളൊരു ഡയലോഗാണ് ഈ പൂമ്പാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ഈ കാലത്ത് മദ്രാസിലോട്ട് ഒളിച്ചോടി എന്ന് പറയുന്ന ഒന്നും വലിയ കാര്യമല്ല. പക്ഷെ 18-20 വർഷം മുമ്പ് വന്ന വലിയ കാര്യമാണ്. മദ്രാസിൽ പോവുക, ബോംബെ പോവുക, അവിടെ പോയി ജോലി ചെയ്യുക. അങ്ങനെയുള്ള മിക്ക ആൾക്കാരും അത്തരത്തിലുള്ള ചില പുളുവൊക്കെ അടിക്കുന്നതാണ്. വളരെ നിർദോഷമായ പുളുവാണ്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ആ കൂട്ടത്തിനിടയിൽ ഏറ്റവും ചെറിയ ഒരു പയ്യനാണ്. അവൻ്റെ ഒരു യൂത്ത് എന്ന് പറയുന്ന ഇവൻ്റെ ഒരു കൗതുകമാണ്. അപ്പോൾ അവനെ ഒന്നുകൂടെ അതെല്ലാം മിക്ക ആൾക്കാരും ചെയ്യുന്നതാണ്. അത് നാട്ടിൻപുറത്ത് തീർച്ചയായിട്ടും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡയലോഗ് എഴുതി വെച്ചിരുന്നത് തേൻ കുടിക്കുന്നു പറക്കുന്നു, തേൻ കുടിക്കുന്നു പറക്കുന്നു, അങ്ങനെ പറന്ന് പറന്ന് പറന്നൊരു പൂമ്പാറ്റ ജീവിതം എന്നായിരുന്നു. ലാലൻ്റെ അടുത്ത് ചോദിച്ചു, ഒരു പരാഗണം ഞാൻ ചേർത്തോട്ടെ കുടിക്കുമ്പോൾ, തേൻ കുടിക്കുന്നു പറക്കുന്നു പരാഗണം. അപ്പോൾ അതിലൊന്നുമില്ലാത്ത ഒരു തമാശ ഉള്ളടിക്കുന്നതാ ഇവൻ്റെ ജീവിതത്തിൽ. അത് പിൽക്കാലത്ത് അയാളുടെ ഒരു പാരയായി മാറാണ്. തേൻ കുടിക്കുന്നു പറക്കുന്നു പരാഗണം, തേൻ കുടിക്കുന്നു പറക്കുന്നു പരാഗണം. അതുപോലെ ഇപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചെങ്കിൽ പോലും അതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ പത്മപ്രിയയുടെ ക്യാരക്ടറും പിന്നെ ലാലേട്ടൻ്റെ ക്യാരക്ടറും നമ്മളൊരു രസകരമായൊരു ബന്ധമുണ്ട്. അപ്പോൾ ഒരു ഘട്ടത്തിൽ പ്രേമമാണോ പറയാൻ പോകുന്നത് തോന്നുന്ന സമയത്ത് ചോദിക്കുന്ന മറ്റൊന്നാണ്. അപ്പൊ അത് അതിന്റെ ഒരു ആ ഒരു ബന്ധം എങ്ങനെയാണ് ഉണ്ടായത്? ഏറ്റവും നല്ല രസമുള്ള മുഹൂർത്തമായിരുന്നു. എല്ലാവരും വിചാരിക്കുന്നത് പ്രണയം തന്നെയാണോ? അത് അതിലൊരു കുസൃതി തന്നെയാണ്. കാരണം ആളുകൾ ഇപ്പോൾ ഒരു പ്രണയം ഒരു കാര്യം ഈ സിനിമയിൽ അതുപോലെ ചില സൂത്രങ്ങൾ ചിലപ്പോൾ നമ്മൾ പ്രയോഗിക്കുമ്പോൾ അത് രസകരമായിട്ട് വരും. സരസമായ സൂത്രങ്ങൾ സാഹിത്യത്തിൽ വീക്കെൻഡൊക്കെ വളരെ നന്നായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഈ സിനിമയിൽ അമ്മുക്കുട്ടിയമ്മ പറയുന്നുണ്ട്, എനിക്ക് കാണാൻ ഒറ്റ സ്വപ്നമേ ഉള്ളൂ, നിൻ്റെ കല്യാണം. കട്ട് ചെയ്ത കാണുന്നത് വധുവായിട്ട് പത്മപ്രിയ ഇരിക്കുന്നതാണ്. ഒരുവിധ ആളുകൾ വിചാരിക്കുന്നത് എന്താണ്, ഇതായിരിക്കും ഇനി മോഹൻലാലിൻ്റെ വധുവായി. എനിക്കറിയാം അങ്ങനെയല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു കട്ടിങ് കൊടുക്കുന്നത്. പിന്നെ ആ കുട്ടിയുടെ ക്യാരക്ടർ തന്നെ വളരെ ബോൾഡായിട്ടുള്ള, വളരെ ജീവിതത്തെക്കുറിച്ച് ധാരണയുള്ളൊരു കുട്ടിയെ പോലെയാണ്. അവരൊരു സോപ്പ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന കുട്ടികളിലും അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ആ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നത് സാധാരണ ഇപ്പോഴത്തെ ഒരു നാട്ടിൻപുറത്തുള്ള ഒരു കുട്ടിയെ പോലും അവർക്ക് അവരുടേതായിട്ടുള്ളൊരു വ്യക്തിത്വം ഉണ്ടെന്ന് കാണിക്കുന്നത്. ആളില്ലാത്തതുകൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വിമർശനമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ അവർക്ക് പ്രത്യേകിച്ച്. പിന്നെ അതിലൊരു പ്രണയത്തിൻ്റെ പാട്ടിനോ അല്ലെങ്കിൽ ക്ലൈമാക്സിൽ അവരുമായിട്ട് ഇരിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല.